ഹലോ ഗൈസ്, നമ്മളിന്നൊരു സ്റ്റ്യൂ ആണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അതിന് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 സവാള എടുത്തത്, 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ്. ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. നന്നായിട്ട് കഴുകി 2-3 പ്രാവശ്യം കഴുകി വെച്ചതാട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അതാ നമ്മൾ സാധാരണ 1-ാം പാലിലൊക്കെയാണ് വേവിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ മാഗിയുടെ കോക്കനട്ട് ക്രീമി മിൽക്ക് പൗഡർ ഉണ്ട്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ക്രീമി ആയതുകൊണ്ട് നല്ല ഇതായിട്ട് കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വെള്ളത്തിലാണ് വേവിക്കണത്. ഫ്രീസറിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതാ അപ്പോൾ ഇത് കുറേ ലാസ്റ്റ് ചെയ്യും, നല്ല ഇതിൽ നിൽക്കും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അതാ ഇത് ചീസാണത്, ഇത് തേങ്ങ, പിന്നെ അവിടെ മസാല അരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഗാസ്കറ്റാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. ഇത് ഞാൻ എടുത്തു. ഇപ്പോൾ നമ്മളിത് കുക്കർ തുറക്കാൻ പോവുകയാണേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. വീണ്ടും കത്തിക്കാൻ പോവാണേ. ആ വെള്ളം മുഴുവൻ വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പാലൊഴിക്കാം. അപ്പോൾ ഇത് നല്ലോണം, വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടോ. അപ്പോൾ നമുക്കിനി പാലൊഴിച്ച് കൊടുക്കാം. ക്രീമി ആയിട്ട പാലാണ്, അടിപൊളിയാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്, ഇതിൽ തന്നെ എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റൗ നമുക്കിത് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ കറി റെഡി ആയിട്ടേ. ഇനി ഇത് ചപ്പാത്തി കൂട്ടിയാണ് നമ്മൾ അത് കഴിക്കാൻ പോണത്. വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട, അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പൊക്കെ പാകത്തിനാണ് ഞാൻ നോക്കി.